60ന്റെ നിറവിലാണ് ശ്രീകൃഷ്ണ ഓയിൽ മിൽസ്. സ്വന്തം ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ശ്രീകൃഷ്ണ ഓയിൽ മിൽസിൻ്റെ പ്രത്യേകത. പരിശുദ്ധിയുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും അനേകമനേകം സ്നേഹവർഷങ്ങൾ ഇനിയും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരി കോരി നെറുകയിൽ അരുമയായി ഉടഞ്ഞതാരോ. വണ്ടി ഓടിക്കുന്ന പോലല്ല ബോട്ട് ഓടിക്കുന്നത്. ഈ ബോട്ടെന്ന് പറഞ്ഞാൽ ഇതിന് ബ്രേക്കില്ല. ബോട്ടില്ലാതെ അവർക്ക് ഒരു രക്ഷയില്ല. അവർക്ക് ടൗണിൽ പോകാനും പിള്ളേർ സ്കൂളിൽ പോകാനും ബോട്ട് തന്നെ സഹായം. ബോട്ടും പാട്ടും CJ ജോസഫ് എന്ന ബാബുവിന് പെരുത്ത് ഇഷ്ടമാണ്. കുഞ്ഞുനാളിലെ കൂടെ കൂടിയ ഈ താല്പര്യങ്ങളെ ഇന്നും അദ്ദേഹം പൊന്നുപോലെ കാക്കുന്നുണ്ട്. യാത്രയ്ക്കിടയിൽ സഞ്ചാരികൾ ആവശ്യപ്പെടുന്ന പാട്ടുകളും അദ്ദേഹം പാടാറുണ്ട്. കോട്ടയത്തെ ഈ കലാകാരൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്കും യാത്ര ചെയ്യാം. പിന്നെ നമ്മൾ ബോട്ടെന്ന് പറയുമ്പോൾ ഒരു 10-45 വർഷമായി ഡ്രൈവറായിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട്. കൊച്ചിലെ നമുക്ക് ഒരു ബോട്ട് അവിടെ വരുമായിരുന്നു, ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ. അന്നേരം അവർ നമ്മളെ ഈ ബോട്ടിലൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഇതിനോടൊരു കമ്പം തോന്നും. അന്നേരം അങ്ങനെ ആ ഡ്രൈവിങ് പഠിച്ച് ആ സാഹചര്യത്തിൽ അന്നത്തെ കാലത്ത് ഈ കനാൽ ഓഫീസറായിരുന്നു. കനാലിൻ്റെ ഇതിൽ ഞങ്ങൾ ലൈസൻസ് എടുത്തായിരുന്നു. ലൈസൻസ് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ പുതിയ നിയമങ്ങൾ വന്ന് പോർട്ട് ഓഫീസ് വന്ന് അത് പോർട്ട് ഓഫീസിൽ പിന്നെ നമ്മൾ വേറെ പരീക്ഷ എഴുതി പിന്നെ രണ്ടാമത് ലൈസൻസ് എടുത്തു. വണ്ടി ഓടിക്കുന്ന പോലല്ല ബോട്ട് ഓടിക്കുന്നത്. ഈ ബോട്ടെന്ന് പറഞ്ഞാൽ ഇതിന് ബ്രേക്കില്ലാത്ത കാരണം നമ്മൾ ഫോർവേഡും റിവേഴ്സുമാണ് ഇതിന് നമുക്ക് ഗിയർ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഫോർവേഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്സിലേറ്ററെ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ട് മൂവായി നല്ല സ്പീഡിൽ പോകും. കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുകയാണ് പയ്യെ പോകും. അങ്ങനെയാണ് ബോട്ടിൻ്റെ. നിർത്താനാണ് നമുക്ക് വളരെ പ്രയാസം. നിർത്താനായിട്ട് നമ്മൾ നേരത്തെ തന്നെ കണക്ക് കൂട്ടി ന്യൂട്രാക്കി പിന്നെ വന്ന് പയ്യെ സ്പീഡിൽ വന്നിട്ട് റിവേഴ്സ് ഇടുമ്പോഴാണ് പിന്നെ ഫോർവേഡ് കറങ്ങുന്നത്. റിവേഴ്സിൽ ഈ കറങ്ങുമ്പം തിരിച്ച് വെള്ളം തള്ളുന്നതുകൊണ്ടാണ് നമുക്ക് ബ്രേക്കായിട്ട് ബോട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ബോട്ട് നിൽക്കുന്നത്. വണ്ടിയാണെങ്കിൽ നമുക്ക് ഒറ്റ ഷഡം ബ്രേക്ക് ഇട്ട് നിർത്താൻ പറ്റും. ബോട്ടിന് അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. പാതിമയക്കത്തിൽ നീ എൻ്റെ ചുണ്ടത്ത് പൂത്തിരിത്താളത്തിൽ കൊത്തിയപ്പോൾ പാതിമയക്കത്തിൽ നീ എൻ്റെ ചുണ്ടത്ത് പൂത്തിരിത്താളത്തിൽ കൊത്തിയപ്പോൾ കാൽത്തളകിലുങ്ങിയോ കൺമഷി അലങ്ങിയോ കാൽത്തളകിലുങ്ങിയോ കൺമഷി കലങ്ങിയോ മാറത്തെ മുത്തിനു നാണം വന്നു ഉള്ളിൽ ഞാറ്റുവേല കാറ്റടിച്ചു താരും തളിരും മിഴിവൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. ബുക്ക് ചെയ്ത് വരുന്നവരുണ്ട്. ഇന്നലെ ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ ടൂർ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വരുന്നവർ ബോട്ട് വന്നാൽ നമുക്ക് 2 മണിക്കൂർ പോകാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോകും. 2 മണിക്കൂറൊന്ന് പോകാം. 4 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയും 4 മണിക്കൂർ കൂടെ R ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അവിടെ പോയി ജനങ്ങളൊക്കെ താമസിക്കുന്ന അത് കാഴ്ച തന്നെയാണ്. ഇല്ലായിരുന്നു അവിടുത്തെ ബോട്ടില്ലാതെ അവർക്ക് ഒരു രക്ഷയില്ല. അവർക്ക് ടൗണിൽ പോകാനും പിള്ളേർ സ്കൂളിൽ പോകാനും ബോട്ട് തന്നെ സഹായം. അത് ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടിട്ടിരിക്കുക വാട്ടർ ട്രാൻസ്പോർട്ട്. ഈ ബോട്ട് നോക്കിയാൽ അവർ ആ ടൈം നോക്കിയാൽ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിള്ളേരെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും പിന്നെ അവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ടൗണിൽ പോകാൻ വേണ്ടിയൊക്കെ. പിന്നെ അവർക്കൊക്കെ ചെറിയ ബോട്ടുകളുണ്ട്, ഈ ഇഞ്ചൻ വെച്ച വള്ളങ്ങൾ, അതിലും പോവാം.
ആ സൗകര്യത്തിന് ബോട്ട് വരുവാനുള്ള സൗകര്യത്തിന് പോവും. നേരം അവരുടെ കയ്യിൽ പോകുമ്പോൾ ഇന്ധനം കൂടും, അവർക്ക് പൈസ ചിലവ് കൂടും. ബോട്ടാകുമ്പോൾ അത്രയും പ്രശ്നമില്ല. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരി കോരി നെറുകയിൽ അരുമയായി ഉടഞ്ഞതാരോ